ബിഗ് ബോസ് ഹൗസിലെ ഫാമിലി വീക്കിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിരിക്കുന്നത് ഷാനവാസിൻ്റെയും അനീഷിൻ്റെയും ഫാമിലിയാണ്. എന്നാൽ ഇവർക്ക് ഫാമിലിയെ കാണണമെങ്കിൽ ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. അല്ലാത്ത പക്ഷം ഫാമിലി ഇവരെ കാണാതെ തിരിച്ചു പോകും. അതാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനായിട്ട് അനീഷിനെയും ഷാനവാസിനെയും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഷാനവാസിനെയും അനീഷിനെയും അവരുടെ ഫാമിലീസ്, അതായത് ഷാനവാസിൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഷാനവാസിൻ്റെ വൈഫും മകളുമായിരുന്നു. അനീഷിൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ അനീഷിൻ്റെ അമ്മയും അനിയനുമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവർ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്ന വീഡിയോ ആക്ടിവിറ്റി ഏരിയയിൽ ഇരുന്നുകൊണ്ട് തന്നെ അനീഷും ഷാനവാസും കാണുന്നുണ്ട്. ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇവർ രണ്ടുപേരും നെർവസ് ആയി എന്നുള്ളതാണ് സത്യം. രണ്ടുപേരും അവിടെ ഇരുന്ന് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. അനീഷ് ആണെങ്കിൽ അമ്മ വരുമെന്ന് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അനീഷ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ ഇതുവരെ കണ്ടിട്ടില്ല. അനീഷിൻ്റെ ടാസ്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് സമയം എടുത്തിട്ടാണ് അനീഷ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആക്ടിവിറ്റി ഏരിയയിൽ ഇരുന്നുകൊണ്ട് തന്നെ പൊട്ടിക്കരയുന്ന അനീഷിനെയാണ് കണ്ടത്. അതിനുശേഷം അനീഷിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ടാണോ എന്നറിയില്ല, ബിഗ് ബോസ് അനീഷിൻ്റെ അമ്മയുടെ അടുത്തും അനിയൻ്റെ അടുത്തും ആക്ടിവിറ്റി ഏരിയയിൽ പോയിട്ട് അനീഷിനെ കാണാനുള്ള പെർമിഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അമ്മയും അനിയനും ആക്ടിവിറ്റി ഏരിയയിലെത്തി അനീഷിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അവിടെ എത്തിക്കഴിഞ്ഞ് പിന്നെ അനീഷ് എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അമ്മയെയും അനിയനെയും ഒക്കെ എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു ഒക്കെയുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇതുപോലെ ഓരോ ഫാമിലീസും ബിഗ് ബോസ് ഹൗസിലേക്ക് കടന്നു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.